Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളേജിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പഴയങ്ങാടി വെങ്ങര റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി വേഗത്തിലാക്കാൻ നടപടി ഉണ്ടാകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. പാലം നിർമ്മാണം വൈകുന്നത് പ്രദേശത്ത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ടെന്നും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുമായി ഇടപെട്ട് പ്രവൃത്തി വേഗത്തിലാക്കാൻ നടപടി ഉണ്ടാക്കുമെന്നും MP പറഞ്ഞു. പഴയങ്ങാടി വെങ്ങര മുട്ടം റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചിട്ട് മാസങ്ങൾ ഏറെയായി. റെയിൽവേ പാലത്തിന് ഇരുവശങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രവൃത്തി നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ റെയിൽവേ ലൈൻ കടന്നുപോകുന്ന ഭാഗത്ത് പ്രവൃത്തി നടത്തേണ്ടത് റെയിൽവേയുടെ നേതൃത്വത്തിലാണ്. ഈ പ്രവൃത്തിയാണ് അനന്തമായി നീണ്ടുപോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ MLAയുടെ നേതൃത്വത്തിൽ ഇടപെടലുകൾ നടത്തിയിരുന്നു. എന്നാൽ പ്രവൃത്തി ഇതുവരെയും പുനരാരംഭിച്ചിട്ടില്ല. വെങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. പഴയങ്ങാടിയിലെ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ പെർമിഷനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ് ഒരു കാര്യവും നീക്കിയിട്ടില്ല. അതൊരു സ്റ്റാഗ്നേഷൻ അവസ്ഥയിലാണത്. 9-ാം തീയതി മുഖ്യമന്ത്രി കേരളത്തിലെ MPമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അത് 20-ാം തീയതി പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നു. ആ പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങളാണ് പാർലമെൻറ്റ് അവതരിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ് MPമാരുടെ കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത്. അന്ന് എല്ലാ മന്ത്രിമാരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ യോഗത്തിൽ ഞാൻ കേരളത്തിൻ്റെ PWD മന്ത്രിയെ കണ്ട് അദ്ദേഹത്തോട് ഈ പാലത്തെ സംബന്ധിച്ച കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതും അതേപോലെ തന്നെ പാർലമെൻറ്റ് സമ്മേളനം 20-ാം തീയതി ആരംഭിക്കുമ്പോൾ റെയിൽവേ മന്ത്രിയെ കണ്ട് ഇനി എന്തെങ്കിലും തടസ്സം കേന്ദ്രത്തിൽ നിന്നുണ്ടെങ്കിൽ അത് നീക്കിക്കൊടുക്കാൻ പരിശ്രമിക്കുന്നതാണ്. പാലം പ്രവൃത്തി വൈകുന്നത് പ്രദേശത്തുകാർക്ക് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നരീക്കാംവള്ളിയിൽ തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം. പ്രദേശവാസിയായ KPV ഗോവിന്ദന്റെ വീടിന് മുകളിലേക്ക് കൂറ്റൻ മാവ് ഒടിഞ്ഞു വീണു. അപകടത്തിൽ വീടിന്റെ മുൻഭാഗത്തെ ഷീറ്റും മേൽക്കൂരയിലുണ്ടായിരുന്ന വാട്ടർ ടാങ്കും പൂർണ്ണമായും തകർന്നു. തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലും നരീക്കാംവള്ളിയിൽ വൻ നാശനഷ്ടം. KPV ഗോവിന്ദന്റെ വീടിന് മുകളിലേക്ക് വലിയ മാവ് പൊട്ടിവീണതിനെ തുടർന്ന് വീടിന്റെ മുൻഭാഗത്തെ ഷീറ്റും വീടിന് മുകളിലുണ്ടായ വാട്ടർ ടാങ്കും പൂർണ്ണമായും തകർന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട 2 പുതിയ ഇരുചക്രവാഹനങ്ങളും തകർന്നിട്ടുണ്ട്. സമീപ പ്രദേശത്തെ വലിയ തേക്ക്, കുരുമുളക്, വാഴ തുടങ്ങിയ കൃഷികളും നശിച്ചു. കാറ്റുവീശിയ സമയത്ത് വീട്ടുമുറ്റത്തുണ്ടായിരുന്ന KPV ഗോവിന്ദൻ കാറ്റിന്റെ ശബ്ദം കേട്ട് വീടിനകത്തേക്ക് കയറിയതിനാൽ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സമീപത്തെ 3 ഇലക്ട്രിക് പോസ്റ്റും പൂർണ്ണമായും തകർന്ന വെള്ളമൊഴുകിപ്പോകുന്ന സ്ഥലത്തേക്ക് വീണിരുന്നു. പഴയങ്ങാടി ഇലക്ട്രിക് ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് ലൈൻ ഓഫാക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. നരീക്കാംവള്ളിയിലെ മൂലക്കാരൻ തമ്പാന്റെ വീട്ടുപറമ്പിലും കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. CPIM മാടായി ഏരിയ സെക്രട്ടറി M ശ്രീധരൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി MV രാജീവൻ, കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി AV രവീന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി KC തമ്പാൻ മാസ്റ്റർ, MV സന്തോഷ് തുടങ്ങിയവരും കൃഷിവകുപ്പ്, റവന്യൂ വകുപ്പ്, പഞ്ചായത്ത് മേഖലകളിലെ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. നരീക്കാംവള്ളി പ്രദേശത്ത് ഇന്നലെ ഉണ്ടായിരുന്ന ഈ കാറ്റിലും അതുപോലെ തന്നെ മഴയിലും കർഷകർക്കും മറ്റുള്ളവർക്കെല്ലാം വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വീടിന് വലിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം അധികൃതർ ഒന്ന് നോക്കി കണ്ട് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കർഷക സംഘത്തിനു വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തര സഹായം അനുവദിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കാർഷിക വിളകൾക്ക് നാശനഷ്ടമുണ്ടായാൽ കർഷകർ നഷ്ടപരിഹാരത്തിനായുള്ള അപേക്ഷ കൃഷിഭവനിൽ നൽകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി CV ധനരാജ് അനുസ്മരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗേൾസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി CV ധനരാജ് അനുസ്മരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ ഇടതുപക്ഷ രാഷ്ട്രീയം നിൽക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ ആ രക്തസാക്ഷി നമുക്ക് പകർന്നു നൽകിയ കരുത്ത് കൂടുതൽ ഊർജമായി ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനം തളരില്ല തകരില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലമായി ഈ കാലത്ത് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയണം. RSSന് മുന്നിൽ ചരിത്രത്തിൽ ഒരിക്കലും മുട്ടുമടക്കാത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷവും ഡിവൈഎഫ്ഐയുമെല്ലാം. സംഘപരിവാരത്തിനു വേണ്ടി വാതോരാതെ വാഴ്ത്തുപാട്ടുകൾ പാടുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ അധികാരമുള്ള കാലമാണിത്. സംഘപരിവാരം രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന കാലമാണിത്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിലേറെയായി RSSന്റെ നേതൃത്വത്തിലുള്ള BJP ഭരണകൂടം രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സകല സീമകളും തകർത്തെറിയുന്നതിന് വേണ്ടി ഭരണകൂടം നേതൃത്വം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് C ഷജിൽ അധ്യക്ഷത വഹിച്ചു. C കൃഷ്ണൻ, P സന്തോഷ്, PP അനീഷ, CV രഹനജ്, K മനുരാജ്, K മിഥുൻ, മുഹമ്മദ് ഹാഷിം, K വിദ്യ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പഴയങ്ങാടി മുതൽ താവം റെയിൽവേ മേൽപ്പാലം വരെയുള്ള പ്രദേശങ്ങളിൽ തെരുവു വിളക്കുകൾ പ്രകാശിക്കുന്നില്ല. ഇരുട്ടിൽ തപ്പി യാത്രക്കാർ. അധികൃതരുടെ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധം. പഴയങ്ങാടി പാലത്തിന് സമീപത്തെത്തിയാൽ രാത്രിയിൽ കൂരിരുട്ടാണ്. ഇവിടുത്തെ തെരുവു വിളക്കുകൾ മിഴിയടച്ചിട്ട് വർഷങ്ങളായി. ജനങ്ങൾ നിരന്തരം പരാതി ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. രാത്രികാലങ്ങളിൽ തെരുവ് നായ്ക്കളുടെയും മറ്റും ശല്യവും ഇവിടെ കൂടുതലാണ്. പഴയങ്ങാടിയിൽ നിന്ന് താവം ഭാഗത്തേക്ക് നിരവധി ആളുകൾ നടന്നു പോകുന്ന വഴി കൂടിയാണിത്. തെരുവ് വിളക്ക് പ്രകാശിക്കാത്തത് കാൽനടയാത്രക്കാർക്കും ഏറെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇവിടെ അപകടം വർദ്ധിച്ചിരിക്കുകയാണ്. പഴയങ്ങാടി ടൗൺ അവസാനിക്കുന്ന സ്ഥലം മുതൽ താവം മേൽപ്പാലം ബീവറേജ് സ്റ്റോപ്പ് വരെ യാതൊരുവിധ വെളിച്ചവുമില്ല. നേരത്തെ പഴയങ്ങാടിയിൽ പ്രവർത്തിച്ചു വരുന്ന ഭിന്നശേഷിക്കാരനായ തട്ടുകടക്കാരൻ ഇവിടെ വെളിച്ചക്കുറവിനെ തുടർന്ന് വൈകുന്നേരങ്ങളിൽ കട തുറന്ന് പ്രവർത്തിക്കാറുമില്ല. തെരുവ് വിളക്ക് ഇല്ലാത്തത് എല്ലാ തരത്തിലും ജനങ്ങൾക്ക് ദുരിതമാവുകയാണ്. പ്രശ്നത്തിന് എത്രയും വേഗത്തിൽ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. രാത്രിയാകുമ്പോൾ ഇവിടെ ഭയങ്കര നായയുടെ ശല്യമാണ്. യാത്രക്കാരെ ബുദ്ധിമുട്ടുന്നുണ്ട്, ബൈക്കുകാർ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി പൂട്ടിക്കിടക്കുകയാണ്. കറണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവനിക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തു. ഈ മാടപ്പള്ളിയുടെ അടുത്ത് വീട്, പിന്നെ എനിക്ക് കട തുറക്കാനുണ്ട്. അപ്പോൾ ലൈറ്റില്ല, ലൈറ്റ് വേണം. പിന്നെ വേറെ ശല്യമുണ്ടോ? നായിൻ്റെ ശല്യമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. തൃക്കരിപ്പൂർ ടൗണിൽ MDMAയുമായി 2 പേരെ ചന്ദര പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂർ കവ്വായിയിലെ K മുഹമ്മദ് സാജിദ്, വലിയപറമ്പ് മാടക്കാലിലെ MK മുനീർ എന്നിവരാണ് പോലീസ് പിടിയിലായത്. പയ്യന്നൂർ കവ്വായിയിലെ K മുഹമ്മദ് സാജിദ്, വലിയപറമ്പ് മാടക്കാലിലെ MK മുനീർ എന്നിവരെയാണ് MDMAയുമായി ചന്ദര പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ തുടർച്ചയായ നിരീക്ഷണത്തിനൊടുവിലാണ് രണ്ടുപേരും പോലീസിന്റെ വലയിലായത്. ഇവരുടെ കയ്യിൽ നിന്നും 1.20 ഗ്രാം MDMAയാണ് ചന്ദര പോലീസ് ഇൻസ്പെക്ടർ MV ഷിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടിച്ചെടുത്തത്. SIമാരായ A അജ്മൽ, K സതീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത് മൂത്തേടത്ത്, K പ്രഭേഷ് കുമാർ, സുനിൽ കുമാർ, KV നരേന്ദ്രൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസിൽ പൊട്ടിത്തെറി. പുതിയ മണ്ഡലം പ്രസിഡന്റായി ഷിജു വാഴയിലിനെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസിൽ പൊട്ടിത്തെറി. പുതിയ മണ്ഡലം പ്രസിഡന്റായി ഷിജു വാഴയിലിനെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമാന്തര സംഘടനയുണ്ടാക്കി പ്രവർത്തിക്കുവാനാണ് ഇവരുടെ തീരുമാനം. നിലവിലെ മണ്ഡലം പ്രസിഡന്റ് ഏകദേശം 8 വർഷമായി ഇവിടെ മണ്ഡലം പ്രസിഡന്റായി അദ്ദേഹം തുടരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പല പ്രശ്നങ്ങളും, വ്യക്തിപരമായ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് കഴിയില്ല എന്ന് പറയും. ഇടക്കാലത്ത് അയാളെ രാജിവെക്കുകയും ചെയ്തിരുന്നു. DCC ഓഫീസിൽ അദ്ദേഹത്തിന് രാജ്യം. പക്ഷേ നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ച് ജില്ലയിൽ നിന്നുള്ള നമ്മളെ ചാർജ് സെക്രട്ടറി അടക്കം ഇവിടെ വന്നിരുന്നു തുടരാൻ അദ്ദേഹത്തോട് പറയുകയാണ് ചെയ്തത്.
അപ്പോൾ ഇപ്പോൾ അതങ്ങനെയല്ല. ഇപ്പോൾ ഒരു കറിവേപ്പില പോലെ അദ്ദേഹത്തെ വലിച്ചെറിയുന്ന ഒരു സമീപനമാണ് ജില്ലാ നേതൃത്വം ചെയ്തത്, അല്ലെങ്കിൽ ബ്ലോക്ക് നേതൃത്വം ചെയ്തത്. അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു ഭരണം കിട്ടും. ഇത്രയും കാലം നമ്മൾ കൂട്ടായിട്ട് യാതൊരു അസ്വാരസ്യമില്ലാതെ എല്ലാ പ്രവർത്തനവും, ചെറുതെങ്കിലും എല്ലാ പ്രവർത്തനവും ഈ മണ്ഡലത്തിൽ സുഗമമായി നടത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അതിന് നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഒരു ഭരണം നമ്മുടെ കയ്യിൽ വരുമ്പോൾ അതിൻ്റെ ആ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണം ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. തൽക്കാലമായി തന്നെ തുടരണം. പിന്നെ പൊതുവായിട്ടൊരു ഷഫ്ലിംഗ് വരുന്നുണ്ട്. KPC തലത്തിലെല്ലാം എല്ലാ തലത്തും ഒരുപാട് മണ്ഡലം പ്രസിഡന്റിന് എല്ലാ രീതിയിലും മാറ്റങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായ മാറ്റം കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു പെട്ടെന്ന് വളരെ ഒരു മണ്ഡലത്തിലും ഇല്ലാത്തൊരു പരിപാടി, അത് എനിക്ക് തോന്നുന്നു ബ്ലോക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട അതിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് ശരിയായ നടപടിയല്ല. കുറച്ചുപേരുടെ ഇഷ്ടപ്രകാരം അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് പുതിയ നിയമനമെന്നും നിലവിലുണ്ടായ മണ്ഡലം പ്രസിഡന്റ് N. അബ്ദുൾ റഹ്മാൻ പോലും അറിയാതെയാണ് അദ്ദേഹത്തെ നീക്കി പുതിയ മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതെന്നും ഇവർ ആരോപിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി തങ്ങൾ സഹകരിക്കില്ലെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് വളരെ നല്ല രീതിയിൽ ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു മണ്ഡലം പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില കാരണങ്ങളാൽ അദ്ദേഹം രാജി കൊടുത്തു. പക്ഷെ ആ അദ്ദേഹത്തോട് നിങ്ങളെന്നെ തുടരണമെന്ന് ബഹുമാനപ്പെട്ട DCC അഭ്യർത്ഥിച്ചു. അദ്ദേഹം തുടർന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തി എല്ലാ വാർഡിലും കാങ്കോൽ ആലപ്പടമ്പിലെ ഇതുവരെയുള്ള ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തുകയും വളരെ നല്ല വോട്ട് നേടുകയും പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. V. കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഈ മണ്ഡലത്തിലെ വോട്ട് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതൊക്കെ അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിലാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ UDF ചെയർമാനാണ് ശ്രീ A. V. രാമേന്ദ്രൻ. അദ്ദേഹത്തെ പോലും അറിയിക്കാതെയാണ് പുതിയ മണ്ഡലം പ്രസിഡന്റിനെ ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ നിയമനത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ മണ്ഡലത്തിലെ ഭൂരിഭാഗം പ്രവർത്തകരെ അറിയാത്ത, ഭൂരിഭാഗം പ്രദേശം പോലും അറിയാത്ത ഒരു വ്യക്തി മണ്ഡലം പ്രസിഡന്റായി എങ്ങനെ ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കും? അതാണ് ഞങ്ങളുടെ ആശങ്ക. അതുകൊണ്ട് ഈ ആശങ്ക ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതൃത്വം പരിഹരിച്ചു തരണം എന്ന് മാത്രമേ ഞങ്ങൾ അഭ്യർത്ഥനയുള്ളൂ. ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനോ DCCക്കോ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കോ എതിരല്ല. ഈ കാങ്കോൽ ആലപ്പടമ്പ് പോലുള്ള ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ, കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് മേൽ നേതൃത്വം ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കേണ്ടത്. കാങ്കോൽ ആലപ്പടമ്പ് മണ്ഡലം UDF ചെയർമാൻ A. V. രാമചന്ദ്രൻ, മുൻ മണ്ഡലം സെക്രട്ടറി P. V. രാഘവ് പൊതുവാൾ, KSSPA മണ്ഡലം സെക്രട്ടറി C. പ്രകാശ് ബാബു, മണ്ഡലം വൈസ് പ്രസിഡന്റ് T. M. ബാലകേശവൻ, INTUC മണ്ഡലം പ്രസിഡന്റ് ദിവാകരൻ PK തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആസ്തി വികസന ഫണ്ടിൽ നിന്നും കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗപരിമിതർക്കുള്ള മുച്ചക്ര സ്കൂട്ടർ വിതരണം പഴയങ്ങാടി മൊട്ടമ്പ്രത്ത് നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP താക്കോൽ വിതരണം നിർവഹിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിലെ 6 പേർക്കാണ് മുച്ചക്ര സ്കൂട്ടർ വിതരണം ചെയ്തത്. ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് ഇതേറെ ആശ്വാസമായി. പ്രശസ്ത കീബോർഡ് കലാകാരൻ റൌഫ് മാട്ടൂർ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാർക്കാണ് മുച്ചക്രവാഹനം വിതരണം ചെയ്തത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുച്ചക്രവാഹനത്തിന്റെ താക്കോൽ വിതരണം നിർവഹിച്ചു. വർഷങ്ങളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് 1,14,00,000 രൂപയാണ്. 15 ലക്ഷം രൂപയെ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മളെ അംഗവൈകല്യം വന്ന ആളുകൾ കാണുമ്പോൾ, അവരൊരു ആവശ്യം പറയുമ്പോൾ അവരെ ഒരു കാരണവശാലും നിരാകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് 15 ലക്ഷം മാത്രം കൊടുത്താൽ മതിയാകുന്ന അംഗവൈകല്യം വന്ന ആളുകൾക്ക് 1,14,00,000 രൂപയ്ക്ക് ഞാൻ മുച്ചക്രവാഹനം ഇലക്ട്രോണിക് വീൽചെയർ. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. സത്യഭാമ അധ്യക്ഷത വഹിച്ചു. SKP സഖറിയ, NG സുനിൽ പ്രകാശ്, B. മുഹമ്മദ് അഷറഫ്, ജോയ് ചൂട്ടാട്, പാറയിൽ കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ 8ാം ദിവസത്തെ വിജയിയെ തെരഞ്ഞെടുത്തു. മാതമംഗലം സ്വദേശി സാദിഖാണ് വിജയ്. വിജയ്ക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് സമ്മാനം നൽകി.
പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ 8ാം ദിവസത്തെ വിജയിയെ തിരഞ്ഞെടുത്തു. മാതമംഗലം സ്വദേശി സാദിഖാണ് 8ാം ദിവസത്തെ വിജയി. വിജയിക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് സമ്മാനം നൽകി. വേൾഡ് കപ്പ് മത്സരം അവസാന ദിവസം വരെയും പ്രവചന മത്സരം തുടരും. പ്രവചന മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഓരോ ദിവസത്തെയും നിങ്ങളുടെ പ്രവചനവും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയ സ്ലിപ്പ് രാത്രി 8 മണിക്ക് മുൻപായി പെരുമ്പ ബൈപ്പാസ് റോഡിൽ ഐ ഫൗണ്ടേഷന് എതിർവശത്തുള്ള കൃഷ്ണ ട്രേഡേഴ്സിൽ എത്തിക്കുക. നറുക്കെടുപ്പ് രാവിലെ 10 മണിക്ക് നടക്കും. കൃഷ്ണ ട്രേഡേഴ്സ് വിജയികൾക്ക് നൽകുന്ന സമ്മാനങ്ങൾക്കു പുറമെ വേൾഡ് കപ്പ് ഫൈനൽ മത്സര വിജയികളെയും നേടുന്ന ഗോളും പ്രവചിക്കുന്നവർക്ക് കൃഷ്ണ ട്രേഡേഴ്സിന്റെ സ്പെഷ്യൽ സമ്മാനവും ഉണ്ടാകും. ജൂൺ 29 മുതലാണ് പ്രവചന മത്സരം ആരംഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഷ്യൻ വോളിബോൾ കപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീം അംഗവും ടൂർണമെന്റിലെ ബെസ്റ്റ് ലിബറോ ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഇന്ത്യൻ താരം ആനന്ദ് പേരൂലിന് ആവേശോജ്വല സ്വീകരണം. പേരൂൽ റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് താരത്തിന് സ്വീകരണം നൽകിയത്. അഹമ്മദാബാദിൽ സമാപിച്ച ABC നേഷൻസ് കപ്പ് വോളിബോളിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീം അംഗവും ടൂർണമെന്റിലെ ബെസ്റ്റ് ലിബറോയുമായി തിരഞ്ഞെടുക്കപ്പെട്ട ആനന്ദ് പേരൂലിന് റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. എരമംകുറ്റൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമ AV, CP രമേശൻ, രഞ്ജിത് കുമാർ, CP അനിൽകുമാർ, PC അനീഷ് തുടങ്ങിയവർ സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മൊട്ടമ്മൽ പുഞ്ചവയൽ പ്രദേശത്തെ കൃഷികൾക്കും മനുഷ്യജീവനും ഭീഷണിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PV സനൂപ് കൃഷ്ണന്റെ നിർദ്ദേശാനുസരണമാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്ന് മറവ് ചെയ്തത്. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മൊട്ടമ്മൽ പുഞ്ചവയൽ പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ കൃഷിക്കും മനുഷ്യനും ജീവന് ഭീഷണിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV രാധാകൃഷ്ണന്റെ ഉത്തരവ് പ്രകാരം തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സനൂപ് കൃഷ്ണൻ PVയുടെ നിർദ്ദേശാനുസരണം ഷൂട്ടേഴ്സ് ലൈസൻസുള്ള റിജിലിന്റെ നേതൃത്വത്തിലാണ് കാട്ടുപന്നിയെ നിയമാനുസൃതം വെടിവെച്ചു കൊന്നത്. ശേഷം പഞ്ചായത്ത് അംഗം രാജീവന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യയോഗ്യമല്ലാതാക്കി മറവു ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സർക്കാർ സ്കൂളിൽ പുതുതായി പ്രധാനാധ്യാപകനായി ചുമതലയേറ്റ ആദ്യ ചടങ്ങിൽ കുരുന്നുകൾക്ക് ഗുരുനാഥൻ സമ്മാനിച്ചത് കുട്ടിക്കഥകളുടെയും കവിതകളുടെയും പുസ്തകങ്ങൾ. തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാനാധ്യാപകനായി എത്തിയ പ്രമുഖ സാഹിത്യകാരൻ പ്രകാശൻ കരിവള്ളൂരാണ് പുസ്തകങ്ങളുമായി കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് വരവേറ്റത്. മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കുഞ്ഞു കഥകളുടെയും കവിതകളുടെയും പുസ്തകങ്ങൾ സ്കൂളിൽ സംഘടിപ്പിച്ച പുസ്തക പൂമഴ പരിപാടിയിലാണ് അധ്യാപകൻ കുരുന്നുകൾക്ക് നൽകിയത്. സ്വന്തം പുസ്തകങ്ങൾ ഉൾപ്പെടെ പ്രശസ്തമായ 60ഓളം ബാലസാഹിത്യ കൃതികൾ മൈത്താണി സ്കൂളിന്റെ അങ്കണത്തിൽ പൂമഴയായി പെയ്തു. വായനയുടെ ലോകത്തേക്ക് കുരുന്നുകൾ പിച്ചവെക്കുമ്പോൾ അവർക്ക് ആസ്വാദ്യകരമായി മാറുന്ന രീതിയിലാണ് പുസ്തക പൂമഴ സംഘടിപ്പിച്ചത്. സ്കൂൾ PTA നേതൃത്വത്തിൽ വായനാപക്ഷാചരണത്തിന്റെ ഭാഗമായി നടന്ന പുസ്തക പൂമഴ പരിപാടി കവയിത്രിയും സിനിമാ അഭിനേതാവുമായ CP ശുഭ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K അനിൽ അധ്യക്ഷത വഹിച്ചു. P സരിത, A സബിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് തെളിഞ്ഞപ്പോഴും ഫുട്ബോൾ ഗ്രാമങ്ങളിൽ ആവേശത്തിന് കുറവില്ല. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം NSS വിദ്യാർത്ഥികളും അധ്യാപകരും ലോകകപ്പ് ഫുട്ബോൾ റാലിയും പെനാൽറ്റി ഷൂട്ടൌട്ടും നടത്തി. സംസ്ഥാന സർക്കാരിന്റെ 1 മില്യൺ തൂഫാൻ ഗോൾ ക്യാമ്പയിനിൽ കലയും കായികവുമാവട്ടെ വിദ്യാർത്ഥികളുടെ ലഹരിയെന്ന സന്ദേശമുയർത്തി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കുട്ടികൾ നൃത്തച്ചുവടുകൾ വെച്ചു. ഇഷ്ട ഫുട്ബോൾ ടീമുകളുടെ വർണ്ണ ജേഴ്സികൾ അണിഞ്ഞ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സ്കൂളിൽ നിന്നുമാണ് ഫുട്ബോൾ റാലി മിനി സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഗോൾ വല നിറച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ VK രാജേഷ്, NSS പ്രോഗ്രാം ഓഫീസർ KM രഞ്ജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി KV അനിൽകുമാർ, അധ്യാപകരായ T സുജിത, CK ശ്രീജ, KV ഷെമി, KV പ്രമീള, M നിമിത, K ബിനീഷ്, S അതുൽ, P അജിത എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഫുട്ബോൾ മാമാങ്കം, ഫുട്ബോൾ ലഹരിയാണ്. ലഹരിയിലിപ്പം ഇനി ജൂൺ 13 തുടങ്ങി ജൂലൈ 14 ലോക ഫുട്ബോൾ അവസാനിക്കുന്നില്ല, കണക്കതാന്ന് എനിക്ക് തോന്നുന്നത്. പലരും തോറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. റൊണാൾഡോ പോയി, ലൂക്കാ മോഡ്രിച്ച് പോയി, നെയ്മർ പോയി, മെസ്സിയുണ്ട്, എംബാപ്പയുണ്ട്, ഇവരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഓരോ ടീമിൻ്റെ ആളാണെങ്കിലും നമ്മുടെ ടീം പോയി കഴിയുമ്പം അടുത്ത ടീമിൽ നമ്മൾ കൂടണം. ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും തമ്മിലാണ് ഇരുൾ ടർഫ് ഗ്രൗണ്ടിൽ മത്സരം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീത അധ്യക്ഷത വഹിച്ചു. HI ഗോവിന്ദൻ നമ്പൂതിരി, ചന്ദ്രൻ, സെക്രട്ടറി കെ പ്രണവ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.